So good morning dear students. So today again we will be discussing with problems from this section. So here is your first question. 2 kilogram of air at 32 degrees Celsius is expanded in a closed system process following PV raised to 1.25 is equal to constant until the pressure is halved. Compute change in internal energy, change in entropy, work done. So, നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. സോ വി വിൽ ടേക്ക് ഡൗൺ ഫസ്റ്റ് ദ ഗിവൺ വാല്യൂസ്. തന്ന വാല്യൂസ് എന്തൊക്കെയാണോ അതാണ് നമ്മൾ ആദ്യം എഴുതി വെക്കുന്നത്. സോ 2 കിലോഗ്രാം ഓഫ് എയർ, ദ മാസ് ഈസ് ഗിവൺ ആസ് 2 കിലോഗ്രാം. എന്താണ് ഫ്ലൂയിഡ്? എയർ ആണ് അല്ലേ? എയർ ആണ് നമുക്ക് ഫ്ലൂയിഡ് തന്നിട്ടുള്ളത്. നൗ എയർ ആണെന്ന് പറയുന്നതോടുകൂടി നമുക്ക് CP, CV, ആർ വാല്യൂ എല്ലാം നമുക്ക് എയറിൻ്റെത് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ കാണാപ്പാഠം പഠിക്കണം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എക്സ്പാൻഡഡ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം പ്രോസസ് ഫോളോയിങ്, അത് ഫോളോ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞത് PV raised to 1.25 ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന രീതിയിലാണ്. ഓക്കെ, ദിസ് ഈസ് ദ ഇക്വേഷൻ ഗിവൺ. എത്ര വരെ പോകുന്നു? ഇറ്റ് ഈസ് എക്സ്പാൻഡഡ് അൺടിൽ ദ പ്രഷർ, ഫൈനൽ പ്രഷർ ഈസ് ഹാഫ്ഡ്. അതായത് ആദ്യത്തെ പ്രഷറിൻ്റെ പകുതി ആവുന്നത് വരെ ഈ ഇക്വേഷൻ ഫോളോ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഈസ് ഓൾസോ ഗിവൺ. ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഈസ് ഗിവൺ ആസ് T1 ഈസ് ഈക്വൽ ടു 32 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. നൗ ദേ ഹാവ് ആസ്ക്ഡ് us ടു ഫൈൻഡ് ഫസ്റ്റ് വൺ ഈസ് change in internal energy, the second one is change in entropy, and third one is work done. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കാണാം, എൻതാൽപ്പി ട്രാൻസ്ഫർ ആണെങ്കിൽ അതൊക്കെ കാണാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങൾ മാത്രമാണ്. സോ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഈ ഒരു പ്രോസസ്സ് അഡിയബാറ്റിക് ആണോ പോളിട്രോപ്പിക് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇത് നമുക്ക് അഡിയബാറ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യായിരുന്നു. അപ്പോൾ PV raised to ഗാമ ഈസ് എ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഗാമ വാല്യൂ ഓഫ് എയർ എത്രയാ? 1.4 ആയിരുന്നെങ്കിൽ നമുക്കിതൊരു അഡിയബാറ്റിക് പ്രോസസ്സ് പോലെയാണെന്ന് പറയാം. പക്ഷേ ഇതൊരു അഡിയബാറ്റിക് പ്രോസസ്സ് ആണെന്നോ ഇതൊരു പോളിട്രോപ്പിക് പ്രോസസ്സ് ആണെന്നോ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. ബട്ട് വി നോ ദാറ്റ് ഓൾ ദ പ്രോസസ്സസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ ടേംസ് ഓഫ് PV raised to n ഈസ് എ കോൺസ്റ്റന്റ്. ഏതൊരു പ്രോസസ്സിനെയും എനിക്കൊരു പോളിട്രോപ്പിക് പ്രോസസ്സായിട്ട് കൺസിഡർ ചെയ്യാം വിത്ത് n ഗിവൺ എ വാല്യൂ അല്ലേ? അപ്പോൾ n-ന് 0 ആകുമ്പോൾ എന്തായിരിക്കും? അതൊരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആവും. അങ്ങനെ n-ന് 1 ആകുമ്പോൾ, n-ന് 0 ആകുമ്പോൾ, n-ന് ഇൻഫിനിറ്റി വാല്യൂ ഒക്കെ ആകുമ്പോൾ ഓരോന്നിനും ഓരോ പ്രോസസ്സിൻ്റെ പേര് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ അതൊരു അഡിയബാറ്റിക് പ്രോസസ്സ് ആയിരുന്നെങ്കിൽ PV raised to ഗാമ ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ്. എയറിൻ്റെ ഗാമ എത്രയാ? 1.4. പക്ഷെ ഇവിടെ 1.4 ആണോ? അല്ല. അപ്പോൾ അഡിയബാറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദിസ് ഈസ് എ പോളിട്രോപ്പിക് പ്രോസസ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പോളിട്രോപ്പിക് പ്രോസസ്സ് ആണെന്ന് മനസ്സിലായി. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഈ 3 കാര്യങ്ങൾ, ദാറ്റ് ഈസ് ΔU, ΔS ആൻഡ് ദേ ഹാവ് ആസ്ക്ഡ് W, വർക്ക് ഡൺ. ഓക്കെ, സോ ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മളത് അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് ടെമ്പറേച്ചർ ആക്കാം. ടെമ്പറേച്ചർ ഈസ് 32 ഡിഗ്രി സെൽഷ്യസ്. സോ ഇൻ കെൽവിൻ ടേംസിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് 32 പ്ലസ് 273, ദാറ്റ് ഈസ് ഈക്വൽ ടു 305 കെൽവിൻ. 305 കെൽവിൻ ഈസ് ദി ടെമ്പറേച്ചർ. ഓക്കെ, ഇനി ഇപ്പോൾ ഇതിൻ്റെ പോളിട്രോപ്പിക് ഇൻഡെക്സ് n വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ദ വാല്യൂ ഈസ് 1.25. ചോദിച്ചിട്ടില്ല, ഐ എം സേയിങ് ഇറ്റ്. സോ ഇനി നമുക്ക് ഓരോന്ന് കാണാം. They have asked us first one to find delta U, that is internal energy change. Delta U ആണ് നമ്മൾ കാണാൻ പോകുന്നത്. The equation is mCV delta T, that is T2 minus T1 for a polytropic process. There is nothing confusing in here. അതിൽ മാസ് വാല്യൂ എത്രയാണ് നമുക്കറിയാം, തന്നിട്ടുണ്ട് 2 കിലോ ആണ്. CV of air, that also we know, 0.718 kilojoule per kilogram Kelvin. But what about temperature T2? T2 ടെമ്പറേച്ചർ എനിക്കറിയോ? ഇല്ല. T1 ടെമ്പറേച്ചർ എനിക്കറിയോ?
T1 ടെമ്പറേച്ചർ എനിക്കറിയാം, പക്ഷെ T2 അറിയില്ല. സോ ദർ ഈസ് എ റിലേഷൻ ദാറ്റ് യു ഷുഡ് സ്റ്റഡി. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് റിലേഷൻസ് പറഞ്ഞതിൽ വിട്ടുപോയ 2 റിലേഷൻസ് ഉണ്ട്. അത് നമ്മൾ എന്തായാലും ബൈ ഹാർട്ട് പഠിക്കണം. ഫോർ എ പോളിട്രോപ്പിക് പ്രോസസ് ആസ് വെൽ എസ് ഫോർ എൻ അഡിയാബാറ്റിക് പ്രോസസ് ഈ റിലേഷൻ ബാധകമാണ്. ദ റിലേഷൻ ആർ, ഒന്നാമത്തെ റിലേഷൻ ആണ് T2 by T1. T2 by T1 is equal to P2 by P1 the whole raised to n minus 1 by n. Okay. Second equation, temperature with respect to pressure. അടുത്തത് temperature with respect to volume. T2 by T1 is equal to V1 by V2 the whole raised to n minus 1. ഈ 2 ഇക്വേഷൻസ് കൂടെ നിങ്ങൾ അതോടൊപ്പം നിർബന്ധമായും പഠിക്കേണ്ട ഇക്വേഷനാണ്. ടെമ്പറേച്ചർ റിലേഷൻ വിത്ത് പ്രഷർ, ടെമ്പറേച്ചർ റിലേഷൻ വിത്ത് വോളിയം. ഇത് പോളിട്രോപ്പിക് പ്രോസസ് ആകുമ്പോൾ നമ്മൾ n എന്നിടും, n-1 by n, ഇവിടെ n-1. ഇത് അഡിയാബാറ്റിക് പ്രോസസ് ആണെങ്കിൽ നമ്മൾ പറയാ γ-1 ഡിവൈഡഡ് ബൈ ഗാമ, പിന്നെ ഇവിടെ γ-1 എന്ന് മാത്രമായിരിക്കും നമ്മൾ പറയാം. ക്ലിയർ? അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ടെമ്പറേച്ചർ കാണാൻ ശ്രമിക്കാം. കാരണം എന്താ, പ്രഷർ നമുക്ക് 2 അറിയാം അല്ലേ, പ്രഷറിൻ്റെ വാല്യൂസ് നമുക്ക് 2 അറിയാം. ടെമ്പറേച്ചറിൽ T1 അറിയാം, T2 കണ്ടാൽ മതി. സോ നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത ഇക്വേഷൻ ഇത് പറ്റുമോ? ഇത് യൂസ് ചെയ്യാൻ കഴിയില്ല, കാരണം നമുക്ക് വോളിയത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. സോ ഐ എം ഗോയിങ് ടു ഫൈൻഡ് ടെമ്പറേച്ചർ T2. സോ ഫ്രം ദിസ് ഇക്വേഷൻ ഐ എം സെയിങ് T2 ഈസ് ഈക്വൽ ടു T1 ഇൻറ്റു P2 by P1 whole raised to n-1 by n. Okay. Now what is P2 by P1? P2 by P1 നമുക്കറിയാം, P2 എന്ന് പറഞ്ഞാൽ ഹാഫ് ആകുന്ന വരെ, ഫൈനൽ ഹാഫ് ആവുന്നതാണ് ഇനീഷ്യലിനെ ഇതിൻ്റെ കൺസിഡർ ചെയ്യുമ്പോൾ. സോ P1 by 2 ഈസ് P2. സോ P2 by P1 വിൽ ബിക്കം ഹാഫ് അല്ലേ. അപ്പോൾ T1 നമുക്കറിയാം ഇറ്റ് ഈസ് 305 ഇൻറ്റു P2 by P1 ഈസ് ഹാഫ് the whole raised to n-1 by n. What is n here? n എന്ന് പറഞ്ഞാൽ 1.25 ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ ആണ്. 1.25 minus 1 divided by 1.25. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ if you are doing this in calculator, you will get the value of temperature T2 as 265.5 Kelvin. Approximate value കേട്ടോ, കറക്റ്റ് തന്നെ അല്ല ആവണമെന്നില്ല. 265.5 Kelvin ആണ് നമുക്ക് ഫൈനൽ ടെമ്പറേച്ചർ ആയിട്ട് കിട്ടുക. അപ്പോൾ എനിക്ക് ഫൈനൽ ടെമ്പറേച്ചർ ഇതിൽ നിന്നും കിട്ടി. Now I can find delta U very easily. Delta U is equal to M. M is 2 kilogram. CV is 0.718 kilojoule ആട്ടോ. ഇത് kilojoule per kilogram Kelvin ആണ്. And temperature is T2 minus T1. T1 എന്ന് പറഞ്ഞാൽ 305 ആണ് അല്ലേ, 305 ആണ്. So if you are doing it in calculator, you can see the answer that you get is minus 56.72 this much joules. Okay, minus 56.72 this much kilojoules. Kilojoules. സോ മൈനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻട്രോപ്പി ചേഞ്ച് മൈനസ് ആവുക എന്ന് പറഞ്ഞാൽ ഫൈനൽ എൻട്രോപ്പി മൈനസ് ഇനീഷ്യൽ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ അതാണല്ലോ U2 മൈനസ് U1 ആണല്ലോ. ഇത് മൈനസ് ആവുക എന്ന് പറഞ്ഞാൽ ഫൈനൽ എൻട്രോപ്പി ഇനീഷ്യൽ എൻട്രോപ്പിനെക്കാട്ടിലും കുറവാണ്. അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് മൈനസ് ആവുക എന്ന് പറഞ്ഞാൽ അതിന് ഉദ്ദേശം ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് ഗെറ്റിംഗ് ഡിക്രീസ്ഡ്. അതിൽ ഡിസോർഡർനെസ് എൻട്രോപ്പിയാണ്. ഇന്റേണൽ എനർജി എന്ത് സംഭവിക്കുന്നു, ഡിക്രീസ് ചെയ്യുകയാണ് എന്നതാണ് അതിൻ്റെ മീനിങ്. നൗ നെക്സ്റ്റ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഡെൽറ്റ യു കിട്ടി, ചോദ്യം ചോദിച്ചാൽ ഡെൽറ്റ യു നമുക്ക് കിട്ടി. നൗ വി ഹാവ് ടു ഫൈൻഡ് എൻട്രോപ്പി ചേഞ്ച്. എൻട്രോപ്പി ചേഞ്ചിന് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. പോളിട്രോപ്പിക്കിൻ്റെ ഇക്വേഷനിൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ M ഇൻറ്റു CN ഇൻറ്റു ln ഓഫ് T2 by T1. ഓക്കെ, വാട്ട് ഈസ് ദി CN? CN നമ്മൾ പറഞ്ഞിരുന്നു, CNൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് CV ഇൻറ്റു ഗാമ മൈനസ് n ഡിവൈഡഡ് ബൈ 1 മൈനസ് n. അങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എയറിനെ സംബന്ധിച്ചിടത്തോളം CV ഈസ് 0.718, ഗാമ ഓഫ് എയർ ഈസ് 1.4. Here n value is 1.25 divided by 1 minus 1.25.
സോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ CN വാല്യൂ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് മൈനസ് ഓഫ് 0.4308. CN value you will get minus of 0.4308. So CV നെ നമ്മൾ എന്താ പറയുക, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. CP നെ നമ്മൾ എന്താ പറയുക, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. Then what is CN? CN we can call it as polytropic specific heat. Polytropic specific heat എന്നതാണ് CN-നെ നമ്മൾ പറയുന്ന പേര്. പോളിട്രോപ്പിക് പ്രോസസ്സിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്നാണ് പറഞ്ഞത്. സോ ആ വാല്യൂ ആണ് CN. അപ്പോൾ CN നമ്മൾ കണ്ടു CV ഇൻറ്റു ഗാമ മൈനസ് എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് എൻ ആൻഡ് വി ഹാവ് ഗോട്ട് ദ വാല്യൂസ് മൈനസ് ഓഫ് 0.4308. സോ അഗെയിൻ നമുക്ക് ആ ഇക്വേഷനിലേക്ക് ഇടാം. മാസ് വാല്യൂ ഇസ് 2 ആൻഡ് CV വാല്യൂ മൈനസ് ഓഫ് 0.4308 ഇൻറ്റു ln ഓഫ് ടെമ്പറേച്ചർ T2 നമുക്ക് കിട്ടിയതാണ് 265.5 divided by T1. Temperature T1 is 305. Okay, so if you are doing it in calculator, you will get the value as 0.1195 kilojoule per Kelvin. This is the delta S value. And നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഡെൽറ്റ എസും എന്തായി നമുക്ക് കിട്ടി. നൗ ദ അതർ വൺ ഈസ് എ വെരി ഈസി പാർട്ട്, ദാറ്റ് ഈസ് നമ്മളോട് ചോദിച്ചത് വർക്ക് ഡൺ ആണ് ഓഫ് എ polytropic process. So work done is very simple. Work done is equal to mr into T1 minus T2 divided by n minus 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഉള്ളത് വർക്ക് ഡണ്ണിൻ്റെ. സോ എമ്മിൻ്റെ വാല്യൂ അറിയാം, ഇറ്റ് ഈസ് 2. ആറിൻ്റെ വാല്യൂ 0.287 ആണ്. T1 മൈനസ് T2 ആണ്. സോ 305 മൈനസ് 265.5 okay divided by n value is 1.25 minus 1. so നമ്മളത് കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ you can see that the value of work done which we will get is 90.692 kilojoules. okay so നമുക്ക് മൂന്നാമത്തെ വർക്ക് ഡണ്ണ് നമ്മൾ കണ്ടു. ഇപ്പോൾ നമുക്ക് വർക്ക് ഡണ്ണ് 90 ആണ്. അതേപോലെ എൻട്രോപ്പി ഇന്റേണൽ എനർജി ചേഞ്ച് ഈസ് -56. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ ചോദിച്ചിട്ടില്ല, ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, കണ്ടുപിടിക്കാം അല്ലേ. Q ഈസ് ഈക്വൽ ടു U പ്ലസ് W. അപ്പോൾ 90.692 ഇവിടെ പ്ലസ് ആണെങ്കിലും ഡെൽറ്റ യുടെ ചിഹ്നം മൈനസ് ആണ്. സോ 90 ദിസ് വാല്യൂ മൈനസ് ദിസ് വാല്യൂ വിൽ ഗെറ്റ്, അതിൻ്റെ ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് വേണമെങ്കിൽ അതും നോക്കാം. എൻതാൽപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ പോളിട്രോപ്പിക് പ്രോസസ്സിന് നമ്മൾ പഠിച്ചതാണ്, MCP ഡെൽറ്റ ടി ആണ്. ഓക്കെ, അപ്പോൾ CP വാല്യൂ അറിയാം, ഡെൽറ്റ ടി അറിയാം, ഡെൽറ്റ എച്ചും വേണമെങ്കിൽ കാണാം. സോ ക്വസ്റ്റ്യനിൽ ഇത്രയാണ് ചോദിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു മേ ബി ഫോർ 6 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. So coming to our second problem, a fluid undergoes a reversible adiabatic compression from 0.5 megapascal 0.2 meter cube to 0.05 meter cube according to the law PV raised to 1.3 is equal to constant. Determine the change in enthalpy, internal energy and entropy and the heat transfer and work transfer during the process. സോ ഇപ്പം നിങ്ങൾ കണ്ട ഈ ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് വാസ് ആസ്ക്ഡ് ഇൻ ജാനുവരി 2017 TD ക്വസ്റ്റ്യൻ പേപ്പർ. APJ അബ്ദുൽ കലാമിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് ഇൻ ജാനുവരി 2017 ആൻഡ് ഇറ്റ് വാസ് എ പാർട്ട് ബിയിലെ 6 മാർക്ക് പ്രോബ്ലം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ചോദ്യം. ദിസ് വാസ് ആസ്ക്ഡ് ഇൻ അവർ യൂണിവേഴ്സിറ്റി. നൗ യു ക്യാൻ സീ വാട്ട് ഈസ് ദ ലെവൽ ഓഫ് ദ ക്വസ്റ്റ്യൻസ് വിച്ച് ആർ കമ്മിങ് ടു അവർ യൂണിവേഴ്സിറ്റി ഫ്രം ദിസ് പാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം എഴുതാം. സോ ഇറ്റ് ഈസ് എ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഏതാണ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു തന്നിട്ടില്ല.
Okay, so we don't know. It is a fluid, that's all. Fluid എന്ന് പറയുമ്പോൾ it can be a gas or it can be a liquid. A fluid undergoes a reversible adiabatic compression. It is an adiabatic compression, that is PV raised to gamma is a constant എന്ന process ആണ് and compression. Okay, from adiabatic compression from എത്രയാണ് 0.5 megapascal, 0.2 meter cube. അതായത് പ്രഷർ, ഇനീഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 0.5 megapascal ആണ്. മെഗാ മീൻസ് 10⁻⁶. ഹോപ്പ് യു നോ ദോസ് തിങ്സ്. ആൻഡ് വോളിയം, ഇനീഷ്യൽ വോളിയം എന്ന് പറഞ്ഞാൽ 0.2 meter cube ആണ്. ഈ വാല്യൂവിൽ നിന്ന് കംപ്രസ് ചെയ്യാണ് അല്ലേ. കംപ്രസ് ചെയ്യുമ്പോൾ പുതിയൊരു പ്രഷർ വരും, പുതിയൊരു വോളിയം വരും. അതിൽ പുതിയ വോളിയം തന്നത് 0.2 meter cube വോളിയത്തിൽ നിന്ന് 0.05 meter cube അല്ലേ, 0.05 meter cube ആണ് തന്നിട്ടുള്ളത്. പ്രഷർ ടു വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ കംപ്രസ് ചെയ്യുമ്പോൾ എന്തായാലും ഈ പ്രഷറിനെക്കാട്ടും കൂടിയ വാല്യൂ തന്നെ ആയിരിക്കും ഇവിടെ വരിക. ബട്ട് ദാറ്റ്സ് നോട്ട് ഗിവൺ. According to the law, what is the law which they have given? It is PV raised to 1.3 is a constant. Okay, so now determine the change in enthalpy. അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യം determine the change in enthalpy. Second one, determine the change in internal energy delta U and entropy, that is delta S. ശ്രദ്ധിക്കണം, അവർ തരുന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇൻറ്റേർണൽ എനർജി ആൻഡ് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒറ്റ സെൻറ്റൻസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല. ബട്ട് അത്ര റെലവെൻ്റേ ഉള്ളൂ ആ കാര്യത്തിന്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക. ആൻഡ് ദ ഹീറ്റ് ട്രാൻസ്ഫർ, ഫോർത്ത് വൺ ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് വർക്ക് ട്രാൻസ്ഫർ. അങ്ങനെ 5 കാര്യങ്ങൾ ചോദിച്ചു. വർക്ക് ട്രാൻസ്ഫർ, ഹീറ്റ് ട്രാൻസ്ഫർ, എൻട്രോപ്പി ചേഞ്ച്, ഇൻറ്റേർണൽ എനർജി ചേഞ്ച്, എൻതാൽപ്പി ചേഞ്ച്. ഓക്കെ, ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നൗ ഇറ്റ്സ് വെരി ഈസി, ഇറ്റ്സ് ക്വൈറ്റ് വെരി ഈസി ടു ഫൈൻഡ് ദീസ് തിങ്സ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. ഇപ്പോൾ ഇതൊരു അഡിയബാറ്റിക് പ്രോസസ്സാന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗാമ വാല്യൂ തന്നെയായിരിക്കും ഈ ഫ്ലൂയിഡിൻ്റെ 1.3 എന്നുള്ളത് നമുക്കറിയാം. ഇനിയിപ്പോൾ അത് അഡിയബാറ്റിക് പ്രോസസ്സ് അല്ല, നിങ്ങളത് ഒരു പോളിട്രോപ്പിക് പ്രോസസ്സ് ആയാലും അപ്പോൾ ഗാമക്ക് പകരം എന്തായിരിക്കും, എൻ ആയിരിക്കും. ആ എന്നിൻ്റെ വാല്യൂ ആയിരിക്കും 1.3. ബട്ട് ഹിയർ വി നോ ദാറ്റ് ഇറ്റ് ഇസ് എ അഡിയബാറ്റിക് പ്രോസസ്, സോ ദാറ്റ് ഈസ് 1.3 ഇസ് ദ ഗാമ വാല്യൂ. അത് നിങ്ങൾക്ക് ഇനി അത് ഗാമ അല്ല നിങ്ങൾ എൻ എടുത്ത് പോയാലും പ്രശ്നമല്ല. കാരണം അഡിയബാറ്റിക് ഇക്വേഷനും പോളിട്രോപ്പിക്കിൻ്റെ ഇക്വേഷനിലൊക്കെ ഈ ഗാമ എവിടെ ഉണ്ടോ അവിടെ എൻ ആയിരിക്കും, എൻ എവിടെ ഉണ്ടോ അത് ഗാമയായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ ഇക്വേഷൻ പോലും, ഞാൻ കാണാപ്പാടം പഠിക്കാൻ പറഞ്ഞ ഈ ഇക്വേഷൻ പോലും, ഇത് നിങ്ങൾക്ക് എൻ ഉപയോഗിക്കുമ്പോൾ പോളിട്രോപ്പിക്കിന് പറയാം, ഇവിടെ എൻ ഉപയോഗിക്കുമ്പോൾ പോളിട്രോപ്പിക്കിന് പറയാം. അതേ എന്നിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഗാമ ഉപയോഗിച്ചാൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിനും ഇത് ബാധകമാണ്. ഓക്കെ, സോ ടേക്ക് ഡൗൺ ദീസ് 2 ഇക്വേഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. യൂണിവേഴ്സിറ്റിക്ക് വരുന്ന മിക്ക ക്വസ്റ്റ്യൻസ്, അധിക ക്വസ്റ്റ്യൻസ്, മിക്കതെന്ന് പറഞ്ഞില്ല പക്ഷെ അധിക ക്വസ്റ്റ്യൻസിലും ഈ ഒരു റിലേഷൻ എടുത്തിട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ഇതങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതല്ല, ആ സ്പോട്ടിൽ നമുക്കത് അറിയണം. ഓക്കെ, so coming back to this equation, they have asked us to find these things. So first we will start with work done in an adiabatic process എന്ന് പറഞ്ഞാൽ we have the equation P1 V1 minus P2 V2 divided by gamma minus 1. ഓക്കെ, ഇതിൽ P1 നമുക്കറിയാം, V1 അറിയാം, P2 അറിയോ ഇല്ല, V2 അറിയോ അതറിയാം. What about gamma? That value we know it is 1.3. So P2 വാല്യൂ കൂടെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ we will get the work done. So P2 വാല്യൂ അറിയാൻ എന്താ ചെയ്യുക? We know PV raised to 1.3 is a constant. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ആ കംപ്രഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു. So from that we can see that P1 V1 raised to 1.3 is equal to P2 V2 raised to 1.3. Or I can say P2 is equal to P1 into V1 by V2 whole raised to 1.3. So what is pressure P1? That is 0.5 megapascal. What about V1? V1 is 0.2 divided 0.05 the whole raised to 1.3. ഇപ്പോൾ ഇത് 4 വരും, 4 raised to 1.3 വരും. The value is around 6.061. This much megapascal pressure ആണല്ലോ. So if you are multiplying this value, 6 by 30, 3.0305
MPa. ഇതാണ് എൻ്റെ പ്രഷർ P2 എനിക്ക് കിട്ടിയത്. ഈസി അല്ലേ, ഡയറക്റ്റ് ആണ്. സോ എനിക്കിപ്പോൾ P2 കിട്ടി. അപ്പോൾ എനിക്കിത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്തൂടെ? എനിക്ക് ചെയ്യാം. ബാക്കി എല്ലാ വാല്യൂസും നമുക്കറിയാം. സി, ദിസ് ഈസ് ദ ലെവൽ ഓഫ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ തന്നെ അങ്ങോട്ട് തുടങ്ങണമെന്നില്ല. നമുക്കിതിലുള്ള ആൻസേഴ്സ് കിട്ടിയാൽ മതി. ചിലപ്പോൾ ഇവിടുന്ന് തുടങ്ങുന്നതായിരിക്കും എളുപ്പം, ചിലപ്പോൾ ഇവിടുന്ന് തുടങ്ങുന്നതായിരിക്കും എളുപ്പം. സോ നമ്മൾ സ്ഥിരം ഡിറൈവ് ചെയ്തപ്പോൾ വർക്ക് ഡൺ എന്നാണ് കൊണ്ടുവന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രോബ്ലംസ് നമ്മൾ വർക്ക് ഡൺ എന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ നമുക്ക് എന്ത് ചെയ്യാം. So pressure P1 we know it is 0.5 MPa ആണ് അല്ലേ, 0.5 MPa ആണ്. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ ഓർത്ത് വെക്കുക. ഇൻറ്റു V1 ഇറ്റ് ഈസ് 0.2 m3 മൈനസ് P2. പ്രഷർ P2 ഇപ്പോൾ നമ്മൾ കണ്ടു, ദാറ്റ് വാല്യൂ ഈസ് 3.0305. 3.0305 ഇൻറ്റു V2 ഈസ് 0.05. The whole divided by gamma minus 1, that is 1.3 minus 1. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ you will get the value minus of 0.17175 this much megajoules. കാരണം എന്താ, ഇവിടെ MPa ആയിരുന്നു. അപ്പോൾ മെഗാജൂൾസ് നമ്മൾ കിലോ ജൂൾസ് ആക്കുമ്പോൾ ഇൻറ്റു 3, ഇവിടെ 3 മാത്രം. മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. നമ്മളത് 10⁻3 കിലോ ആക്കുകയാണ്. ഓക്കെ, സോ അതിന് ഇനി എന്ത് ചെയ്യണം, ഇതിന് 10⁻3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ വിൽ ഗെറ്റ് മൈനസ് ഓഫ് 171.75 കിലോ ജൂൾസ്. ദിസ് ഈസ് ദി വർക്ക് ഡൺ. മൈനസ് 171.75 കിലോ ജൂൾസ്. ഈ മൈനസ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വർക്ക് ഡൺ മൈനസ് ആണെന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇത്രയും വർക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പ്രോസസ്സ് എന്ത് ചെയ്യുന്നു? കംപ്രഷനാണ്. കംപ്രഷൻ നടത്തണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഒരു ഫോഴ്സ് കൊടുക്കണ്ടേ, എങ്കിലൊരു ഇൻപുട്ട് കൊടുക്കണം അല്ലേ. സോ ആ ഒരു വർക്ക് ഡൺ ആണ് മൈനസ് 171.75 കിലോ. ഇത്ര എമൗണ്ട് ഓഫ് വർക്കാണ് എന്നുള്ളതിൻ്റെ ഉദ്ദേശം. ഇത്ര എമൗണ്ട് ഓഫ് വർക്കാണ് നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്. ആ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന വർക്ക് ആയതുകൊണ്ട് ദിസ് ഈസ് ഗിവൺ ആസ് വി ഗെറ്റ് ഇറ്റ് ആസ് എ നെഗറ്റീവ് സൈൻ. ഓക്കെ, സോ എനിക്ക് വർക്ക് ഡൺ കിട്ടി. എനിക്കിനി ശ്രദ്ധിക്കുക, വർക്ക് ഡൺ കിട്ടി. ഇനി അഡിയബാറ്റിക് പ്രോസസ്സിൽ എന്ന് പറഞ്ഞാൽ, ഒരു അഡിയബാറ്റിക് പ്രോസസ്സിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മൈനസ് ഓഫ് ഡെൽറ്റ യു. അതെന്തുകൊണ്ടാണ്? ഒരു അഡിയബാറ്റിക് പ്രോസസ്സാണല്ലോ. അഡിയബാറ്റിക് പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യൂ വാല്യൂ എന്തായിരിക്കും? ഹീറ്റ് ട്രാൻസ്ഫർ വാല്യൂ എന്താണ്? 0 ആണ്. സോ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു എന്ന് പറയുമ്പോൾ ഫ്രം ദാറ്റ് വി വിൽ ഗെറ്റ് W is equal to minus delta U. അപ്പോൾ Q is equal to U ആണ്. എന്തുകൊണ്ടാണ്? ദ പ്രോസസ് ഈസ് എ അഡിയബാറ്റിക് കംപ്രഷൻ എന്നാണ്. അപ്പോൾ ക്യൂയുടെ വാല്യൂ ഇവിടെ ചോദിച്ചിരിക്കണ്, നമുക്ക് എഴുതിക്കൂടെ? ക്യൂയുടെ വാല്യൂ എന്താ? 0 ആണ്. സോ ഐ ഗോട്ട് ദ വർക്ക് ഡൺ. ഐ ഗോട്ട് ദ വാല്യൂ ഓഫ് Q is 0. Now Q is 0. I got the value Q is equal to 0. Now I know work is minus of delta U. സോ വർക്ക് എന്ന് പറഞ്ഞാൽ മൈനസ് 171.75 ആണ്. സോ ദോർഫോർ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താ? 171.75 കിലോ ജൂൾ. അപ്പോൾ എനിക്ക് ഡെൽറ്റ യു കിട്ടിയില്ലേ? അപ്പോൾ എനിക്ക് ഈ ചോദ്യത്തിലെ ഡെൽറ്റ യുവും കിട്ടി. ഇനി എനിക്ക് അറിയേണ്ടത് എന്താ? ഡെൽറ്റ എച്ചും ഡെൽറ്റ എസുമാണ്. സോ വാട്ട് ഈസ് ഡെൽറ്റ എസ്? വാട്ട് ഈസ് ഡെൽറ്റ എസ്? എൻട്രോപ്പി ചേഞ്ച്. നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഏത് പ്രോസസ്സാണ്? ഇറ്റ് ഈസ് റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സ് അല്ലേ. റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിൽ എൻട്രോപ്പി ചേഞ്ച് എന്താണ്? റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിലെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് 0. ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്കത്? ഓർമ്മ ഉണ്ടാവണം. കാരണം റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിൽ ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നില്ല, ഫ്രിക്ഷനിൽ ഉണ്ടാവില്ല എന്ന കണ്ടീഷനിലാണ് അത് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഐസെൻട്രോപ്പിക് പ്രോസസ്സ് റിവേഴ്സിബിൾ അഡിയബാറ്റിക്കിന് എൻട്രോപ്പി ഈസ് കോൺസ്റ്റൻറ്റ്. സോ ഡെൽറ്റ എസ് വാല്യൂ എന്താ? ഡെൽറ്റ എസ് വാല്യൂ ഈസ് ഓൾസോ 0. സോ ഐ ഹാവ് ഗോട്ട് ഡെൽറ്റ എസ്. അടുത്ത ഇക്വേഷൻ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു 0. നൗ ഇനി എന്തും കൂടെ ബാക്കിയുള്ളൂ? ഇനി എനിക്ക് ഡെൽറ്റ എച്ചും കൂടെ കണ്ടാൽ മതി. നൗ ഡെൽറ്റ എച്ച് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് കാണാനുള്ള ഇക്വേഷൻ ഫോർ polytropic, and sorry, for not for polytropic, for adiabatic equation is
MCP T2 minus T1. MCP T2 minus T1. ഇതിൽ മാസ് എനിക്കറിയോ, നമുക്ക് തന്നതിൽ മാസ് തന്നിട്ടില്ല. അതോടൊപ്പം സി പി വാല്യൂ എനിക്കറിയോ, ഇത് ഏതോ ഒരു ഫ്ലൂയിഡ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഏത് ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല. സോ സി പി വാല്യൂ ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ മീ ടു ഫൈൻഡ്. T2 ആൻഡ് T1 ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ടോ? ഒന്ന് കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് രണ്ടും കിട്ടണം. പക്ഷെ ഇവിടെ രണ്ട് ടെമ്പറേച്ചർ നമുക്കറിയില്ല. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് എനിക്ക് എൻതാൽപ്പി ചേഞ്ച് കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്കിവിടെ കുറച്ച് കോമൺ സെൻസ് നമ്മൾ ഉപയോഗിക്കാം. എന്താണ് ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഇറ്റ് ഈസ് H2 മൈനസ് H1 അല്ലേ? അതായത് എൻതാൽപ്പി അറ്റ് ഫൈനൽ മൈനസ് എൻതാൽപ്പി അറ്റ് ഇനീഷ്യൽ. സോ വാട്ട് ഈസ് H? H ഈസ് U plus PV. So U2 plus P2V2 that is H2 minus U1 plus P1V1. ഇങ്ങനെ എനിക്ക് കണ്ടൂടെ? ഇങ്ങനെ എനിക്ക് കാണാം. അതെങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിലെ ഇൻറ്റേർണൽ എനർജീസിനെ ഒന്നിച്ചാക്കുന്നു. ദാറ്റ് ഈസ് U2 മൈനസ് U1 പ്ലസ് P2V2 മൈനസ് P1V1. അപ്പോൾ ഇനി ഇതിൽ ഓരോ ടേം നോക്കുക. P2 ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, V2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, P1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, V1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഐ ക്യാൻ ഫൈൻഡ് ദിസ് ടേം. U2ഉം U1ഉം എനിക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഡെൽറ്റ യു, ഈ U2 മൈനസ് U1 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എൻട്രോപ്പിയാണ്, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ്. ആ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതാണെങ്കിൽ എനിക്ക് എല്ലാ വാല്യൂസും അറിയാം. അപ്പം ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് ഡെൽറ്റ എച്ച് കിട്ടൂലേ? കിട്ടും. So how can I write down this equation? So instead of U2 minus U1, ഞാൻ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് so that you can see the equation on this side. U2 minus U1 it can be written as delta H, that is 171.75 plus P2V2 minus P1V1. P2V2 അതിൽ ശ്രദ്ധിക്കാനുള്ളത് പ്രഷർ തന്നിട്ടുള്ളത് മെഗാ ടേംസിലാണ്. ഇവിടെ ഇത് നമ്മൾ കിലോ ജൂൾ ടേംസിലാണ്, കിലോ ജൂളാണ്. അപ്പോൾ ഇവിടുത്തെ ടേമും കിലോയിൽ കിട്ടാൻ ഞാൻ മെഗാ പാസ്കൽ അല്ലെങ്കിൽ മെഗാ പാസ്കലുള്ള പ്രഷറിനെ ഞാൻ കിലോ പാസ്കൽ ആക്കുന്നു. സോ ഫോർ ദാറ്റ് വാട്ട് ഐ എം ഡൂയിങ് ഈസ് 0.5 into 10 to the power 3 P1 into P1 sorry not P1, we need P2V2 minus P1V1 അല്ലേ? P1V1 minus P2V2 അല്ല, നമുക്ക് P2V2 മൈനസ് P1V1. സോ P2 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇറ്റ് ഈസ് 3.0305, ദിസ് മച്ച് മെഗാ പാസ്കലാണ്, ഇൻറ്റു 10 to the power 3 ഇൻറ്റു V2 വോളിയം അറ്റ് ഫൈനൽ വോളിയം ഈസ് 0.05. സോ ദിസ് ഈസ് P2V2 മൈനസ് P2V2 കിട്ടി. ഇനി P1V1 പ്രഷർ 1 എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 10 to the power 3 എടുക്കുന്നു ഇൻറ്റു 0.2 ദാറ്റ് ഈസ് P1V1. Hope it's clear for you. This value is P2, this value is V2, this value is P1 and this value is V1. Clear? അപ്പോൾ ഞാൻ കാൽക്കുലേറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ you can see that delta H is equal to 171.75 this much kilojoule. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ you will get 51.525 kilojoules. അത് നിങ്ങൾ ഇവിടെ ആ 10 to the power 3 എടുത്തിട്ടില്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് 0.051 വരും. ഇപ്പോൾ 0.051 ഇതായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും ആഡിങ് വരിക 0.05. സോ 171.81 ആൻസർ കിട്ടും. പക്ഷെ അവിടെ നമുക്ക് ഇത് കിലോ ജൂൾസിലാണ് യൂണിറ്റ്. അപ്പോൾ ഇതും കിലോ ജൂൾസിലാവാൻ ഞാൻ ആ 10 to the power 3 എടുക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യണം? മെഗാ ജൂൾസിലേക്ക് മാറ്റണം. അപ്പോൾ അതിനെ 0.1 സംതിങ് ആക്കിയിട്ട് ചെയ്യണം. സോ നൗ ഡെൽറ്റ എച്ച് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഡെൽറ്റ എച്ച് ആണ്. സോ ഇഫ് ഐ എം ആഡിങ് ദീസ് ടു ഐ വിൽ ഗെറ്റ് 223.275 ദിസ് മച്ച് കിലോ ജൂൾസ്. ദിസ് ഈസ് ദി ഡെൽറ്റ എച്ച് വാല്യൂ. സോ ആ ഡെൽറ്റ എച്ച് വാല്യൂ എന്തുണ്ട്? എനിക്ക് ആൻസർ കിട്ടി.
സോ സി ഹൗ സിമ്പിൾ ഇറ്റ് ഈസ്. നമുക്ക് വർക്ക് ഡൺ എളുപ്പത്തിൽ കിട്ടി. വർക്ക് ഡൺ ഇതാണെങ്കിൽ ക്യൂ ട്രാൻസ്ഫർ 0 ആയിരിക്കും. സോ വർക്കിൻ്റെ നെഗറ്റീവ് വർക്ക് ആയിരിക്കും ഡെൽറ്റ യു കിട്ടുക. സോ ഡെൽറ്റ യു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡെൽറ്റ യു എനിക്ക് ഡയറക്റ്റ് കിട്ടി. എൻട്രോപ്പി ചേഞ്ച് എന്താ, അതും 0 ആണ്. ദീസ് ആർ വെരി ഡയറക്റ്റ് തിങ്സ്. ആകെ കുറച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരുന്നത് എൻതാൽപ്പി ചേഞ്ചിൻ്റെ കേസിൽ മാത്രമാണ്. ബാക്കിയുള്ള ഇത്രയും പാർട്ട് ഭയങ്കര ഈസി ആയിരുന്നു യൂണിവേഴ്സിറ്റി എക്സാമിന്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻ വന്നപ്പോൾ ആദ്യം ചോദിച്ചത് വാട്ട് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച്, വാട്ട് ഈസ് ദി ഇന്റേണൽ എനർജി ചേഞ്ച്, അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദിച്ച ഓർഡർ തന്നെ ആൻസർ കണ്ടുപിടിക്കണം എന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും ആദ്യം ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമെങ്കിൽ അത് എഴുതാം. അതല്ല ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, സോ ക്യൂ ഈസ് 0, ഐസെൻട്രോപിക് പ്രോസസ്സാണ്, സോ ഡെൽറ്റ എസ് ഈസ് 0. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും തുടങ്ങാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഇവിടുന്ന് തുടങ്ങണം ഈ സൈഡിൽ നിന്ന് തുടങ്ങണം എന്നോ അങ്ങനൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെയാണ് ആൻസർ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് പോവുക. സോ ദിസ് വാസ് എ 6 മാർക്ക് പ്രോബ്ലം. ഹാർഡ്ലി ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം അറിയാവുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ ഇത്രയും പാർട്ട്, അതായത് ഈ ഡെൽറ്റ എച്ച് ഒഴികെ ബാക്കി ഇതെല്ലാം ചെയ്യാൻ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 5 അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 10 മിനിറ്റ് മതിയാവും. അതിൽ തന്നെ ആ ഇക്വേഷൻ ഓർത്തെടുക്കുക, കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് ആൻസർ എഴുതുക, ആ കാര്യങ്ങൾക്ക് ആയതുകൊണ്ടാണ് 10 മിനിറ്റ്. പിന്നെ അതിൽ കുറച്ച് ടൈം ചിലപ്പോൾ ഒന്ന് ആലോചിക്കേണ്ടി വരെ ഡെൽറ്റ എച്ച് ആണ്. ബട്ട് ഒരു ഇക്വേഷൻ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഇക്വേഷനാണ് ആൻസർ, പക്ഷേ ഈ ഇക്വേഷനിലെ വാല്യൂസ് അറിയില്ല. പിന്നെ നമ്മളോട് കോമൺ സെൻസ് ഉപയോഗിക്കുക. പൊതുവെ നമ്മളത് ആലോചിക്കില്ല, ഇതിൽ നിന്നാണ് നമുക്ക് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇത് ആലോചിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് ഡെൽറ്റ എച്ച് ആൻസർ കിട്ടി. സോ ദീസ് ആർ ദ സോർട്ട് ഓഫ് പ്രോബ്ലം. ദിസ് വാസ് എ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ വിച്ച് വാസ് ആസ്ക്ഡ് ഇൻ 2017 ഇൻ APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി ആസ് തെർമോഡൈനാമിക്സ്. പാർട്ട് ബിയിലെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. Today's third question. 1 kilogram of air at 4 bar and 150 degrees Celsius is contained in a system. It is expanded by a reversible process till the pressure falls to 1.01325 bar. The gas is then heated at constant pressure process until the heat content is increased by 72.5 kilojoules. Calculate. First one, the work done, the pressure and temperature at the end of the constant pressure process, the index of expansion if the above processes are replaced by a single reversible polytropic process giving the same work between the same initial and final states. Take Cp is equal to 1 kilojoule per kilogram Kelvin, Cv is equal to 0.714 kilojoule per kilogram Kelvin. So now you have seen the third question. This was also a university question which was asked in APJ Abdul Kalam University in thermodynamics paper in the year April 2018. April 2018 ചോദിച്ച ചോദ്യമാണിത്. ഇറ്റ്സ് എ പാർട്ട് ക്വസ്റ്റ്യൻ. പക്ഷേ ഇത് ഒരു ലെങ്തിയറും കുറച്ച് ആലോചിക്കേണ്ട പ്രോബ്ലമാണ്. ഇതൊരു പാർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ്. 6 മാർക്കിൻ്റെ ഒരു ചോദ്യമായിരുന്നു. ബട്ട് ആക്ച്വലി ദിസ് റിക്വയർസ് റിയലി 10 മാർക്സ്. അത്രയും എഫേർട്ട് ഈ പ്രോബ്ലം ചെയ്യാനുണ്ട്. സോ ഇറ്റ്സ് അപ് ടു യുവർ ലക്ക്. നമുക്ക് കിട്ടുന്ന ചോദ്യം എങ്ങനെ ഇരിക്കും, അതുപോലെയൊക്കെ ഒരു ഭാഗ്യം കൂടെ ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. സോ ദിസ് ഈസ് നോട്ട് ദാറ്റ് റിയലി ടൈറ്റ്, പക്ഷേ ടൈം കൺസംഷൻ നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കും. പിന്നെ എക്സാം ഹാളിലെ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ചിലപ്പോൾ നമുക്ക് ചിന്തിച്ച് നന്നായിട്ട് ഒന്ന് ഫ്രീ മൈൻഡിൽ ചിന്തിക്കാൻ കഴിയണമെന്നില്ല ഇഫ് വി ആർ എ ബിറ്റ് പ്രഷേർഡ്. സോ അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു 6 മാർക്കിൻ്റെ ചോദ്യമല്ല, ശരിക്കും ഒരു essay പാർട്ട് ഫുള്ളായിട്ടുള്ള 10 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. സോ ഇതൊരു ചോദ്യം ഞാൻ ഫുള്ളി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഐ എം ലീവിങ് ടു യു. യു ട്രൈ ഇറ്റ് യുവർ സെൽഫ് ഡൗൺ ആൻഡ് ഇഫ് യു ഹാവ് ഡൗട്ട്സ് ഇൻ ദിസ് യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. സോ നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ ആദ്യം എഴുതാം. എന്താ തന്നിട്ടുള്ളത്? നമുക്ക് മാസ് ഈസ് 1 കിലോഗ്രാം, എയർ ആണ്. സോ Cp, Cv, R വാല്യൂ എല്ലാം നമുക്ക് അറിയണം. ആൻഡ് പ്രഷർ P1 ഈസ് 4 ബാർ.
4 bar എന്ന് പറഞ്ഞാൽ it is 4 into 10 to the power 5 Pascal. Pascal എന്ന് പറയുമ്പോൾ Newton per meter square ആട്ടോ. And temperature, initial temperature is 150 degrees Celsius. അപ്പോൾ 150 degree Celsius നമ്മൾ Kelvin ആക്കുമ്പോൾ it is 423 Kelvin. നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാണ്. ഇറ്റ് ഈസ് എക്സ്പാൻഡഡ് ബൈ എ റിവേഴ്സിബിൾ പ്രോസസ്. ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്, പക്ഷേ ഏതാണ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് എക്സ്പാൻഡഡ് ബൈ എ റിവേഴ്സിബിൾ പ്രോസസ് ടിൽ ദ പ്രഷർ ഫാൾസ് ടു 1.03. അപ്പോൾ ഫൈനൽ പ്രഷർ എന്തായി? പ്രഷർ P2 ഈസ് 1.01325 ബാർ. സോ 1.01325 into 10 to the power 5 pascals. This is pressure P2. The gas is, ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്. എന്തായിരുന്നു? റിവേഴ്സിബിൾ പ്രോസസ്സ് കൂടെ എക്സ്പാൻഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെ എക്സ്പാൻഷൻ നടന്നതിന് ശേഷം then they are saying is that the gas is then heated. അപ്പോൾ രണ്ടാമത്തെ പ്രോസസ്സ് എന്താ? The gas is heated. എങ്ങനെ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ അണ്ടിൽ ദ ഹീറ്റ് കണ്ടന്റ് ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ സെക്കൻഡ് പ്രോസസ്സ്, ഫസ്റ്റിലുള്ള പ്രോസസ്സ് എക്സ്പാൻഷൻ ആയിരുന്നു, സെക്കൻഡിലെ പ്രോസസ്സ് ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇൻപുട്ട് കൊടുക്കുക. അണ്ടിൽ ദ കണ്ടന്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 72.5 കിലോ ജൂൾസ്. അതായത് ഹീറ്റ് ട്രാൻസ്ഫറിന് ചേഞ്ച്, അതായത് ഇത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തു. എത്ര? 72.5 കിലോ ജൂൾ എമൗണ്ട് ഹീറ്റ് കൊടുത്തു എങ്കിൽ, ഇങ്ങനെയാണ് പ്രോസസ്സ് എങ്കിൽ അവർ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ വർക്ക് ഡൺ? വർക്ക് ഡൺ എത്ര? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. കോൺസ്റ്റന്റ് പ്രഷർ കഴിഞ്ഞതിന് ശേഷമുള്ള ടെമ്പറേച്ചറും പ്രഷറും എന്താണെന്നാണ്. അതായത് ഫസ്റ്റിലൊരു റിവേഴ്സിബിൾ എക്സ്പാൻഷൻ, അതിനുശേഷം കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റിംഗ്, അതും കൂടെ നടന്നു കഴിഞ്ഞിട്ടുള്ള ടെമ്പറേച്ചർ പ്രഷർ എന്താണെന്നാണ് കാണേണ്ടത്. ആൻഡ് ദെൻ തേർഡ് വൺ ദേ ആർ ആസ്കിങ് ദ ഇൻഡെക്സ് ഓഫ് എക്സ്പാൻഷൻ. ഇൻഡെക്സ് ഓഫ് എക്സ്പാൻഷൻ എന്നിൻ്റെ വാല്യൂ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് രണ്ട് പ്രോസസ്സായിട്ടാണ് ഇവിടെ ഇത് നടക്കുന്നത്. നമ്മൾ സാധാരണ ഇക്വേഷൻ പഠിച്ചത് either for constant pressure process അല്ലെങ്കിൽ constant volume process, constant thermal temperature process, അല്ലെങ്കിൽ ഐസെൻട്രോപിക് പ്രോസസ്, അല്ലെങ്കിൽ പോളിട്രോപിക് പ്രോസസ്, ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ രണ്ട് സെറ്റ് ഓഫ് പ്രോസസ്സ് നടന്നതിന് ശേഷമുള്ള പ്രഷറും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. സോ ഞാനിതിൻ്റെ ഫുൾ ചെയ്യുന്നില്ല, കാരണം ഇറ്റ്സ് എ ലെങ്തിയർ പ്രോബ്ലം. യു ട്രൈ ഇറ്റ് ഔട്ട് യുവർ സെൽഫ്. ഞാൻ ആദ്യം ഒരു പ്രഷർ വോളിയം ഗ്രാഫ് കാണിക്കാം. ഈ പ്രോബ്ലം എങ്ങനെ പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. യു ടേക്ക് ഇറ്റ് ഡൗൺ യുവർ സെൽഫ്. Try it out. So if you have got the answers, do share with me in the comment sections. അതല്ല എങ്കിൽ if you have doubts you can call me. ഓക്കെ. സോ ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ചോദ്യമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. സോ ഞാൻ പ്രഷർ വോളിയം ഡയഗ്രത്തിലാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഏത് പ്രോസസ്സ് ആണെങ്കിലും, എങ്ങനത്തെ കേസസ് ആണെങ്കിലും നമുക്ക് PV⁻n ഒരു പോളിട്രോപിക് പ്രോസസ്സ് പോലെ എന്ത് ചെയ്യാം, നമുക്ക് ഏത് പ്രോസസ്സിനെയും നമുക്ക് കൺസിഡർ ചെയ്യാം എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പം നമുക്ക് ഈ ചോദ്യത്തിൽ ഇതിൽ ഇനീഷ്യൽ കേസിൽ, അതായത് എക്സ്പാൻഷൻ പ്രോസസ്സ് നടക്കുന്ന നേരത്ത് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് ആദ്യത്തെ എക്സ്പാൻഷൻ ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ആസ് ആൻ അഡിയബാറ്റിക് പ്രോസസ് എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഐ ആം സ്റ്റാർട്ടിങ് ഫ്രം ദ ഇനീഷ്യൽ പോയിന്റ് 1 എന്നിട്ട് ഫൈനൽ പോയിന്റ് 2ലേക്ക് ഞാൻ എത്തി. ഇതൊരു റിവേഴ്സിബിൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ. കാരണം ഹീറ്റ് കണ്ടന്റ് ആഡ് ചെയ്യുന്നതോ റിമൂവ് ചെയ്യപ്പെടുന്നതോ ഒന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. രണ്ടാമതൊരു സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് ഹീറ്റ് ചേഞ്ചിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് താനും. സോ നമ്മൾ അതിനെ അസ്യൂം ചെയ്യുന്നു ഇറ്റ്സ് ലൈക്ക് റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് എന്നുള്ള കൺസിഡറേഷനിൽ ഞാൻ എടുക്കുന്നു. എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഹീറ്റിംഗ് പ്രോസസ്സാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, വോളിയം കൂടും. വിത്തൗട്ട് അവർ പറഞ്ഞു ഇറ്റ് ഈസ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞൊരു പ്രഷർ ഉണ്ടാവും. ആ കോൺസ്റ്റന്റ് പ്രഷറിൽ പിന്നെ ഹീറ്റിംഗ് നടക്കും. ഹീറ്റിംഗ് നടക്കുമ്പോൾ വോളിയം കൂടും ആൻഡ് ഇറ്റ് റീച്ചസ് ടു എ ഫൈനൽ സ്റ്റേറ്റ്, സേ ദ സ്റ്റേറ്റ് ഈസ് 3. ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വർക്ക് ഡൺ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ PV ഗ്രാഫിൻ്റെ
പി വി ഉള്ള ഈ ഒരു ഗ്രാഫിൻ്റെ ഉള്ളിലുള്ള ഏരിയ, ഈ ഒരു ടേമിൻ്റെ ഉള്ളിലുള്ള ഏരിയ ആണ് നമ്മുടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിലെ ഏരിയ എന്താ ശരിക്കും? ഈ കംപ്ലീറ്റ് ഏരിയ ആണ് വർക്ക് ഡൺ അല്ലേ? അപ്പോൾ ഈ കംപ്ലീറ്റ് ഏരിയ എങ്ങനെ ഞാൻ കാണും? ഞാൻ ഈ ഏരിയനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇത് അഡിയാബാറ്റിക് വർക്ക് ഡൺ, ഇത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ് വർക്ക് ഡൺ. അപ്പോൾ എന്നോട് ടോട്ടൽ വർക്ക് ഡൺ കാണാൻ പറയുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ, അതായത് ഈ ഏരിയ ഞാൻ കാണും. ഓക്കെ, എന്നിട്ട് അതിലേക്ക് ഇത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ് ആണല്ലോ, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൻ്റെ ഏരിയ ഞാൻ കാണും. ഏരിയ കാണുന്ന ഉദ്ദേശം വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. അപ്പോൾ ഇത് കിട്ടും വർക്ക് ഡൺ ബൈ അഡിയാബാറ്റിക് പ്രോസസ്. അപ്പോൾ എനിക്കിത് കിട്ടും. അത് രണ്ടും എനിക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദി ടോട്ടൽ വർക്ക് ഡൺ. ക്ലിയർ? രണ്ടാമത് ചോദിച്ച അവർ പ്രഷർ ചോദിച്ചതെന്ന് പറഞ്ഞാൽ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദി കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. അതായത് ദേ ഹാവ് ആസ്ക്ഡ് us what is T3 and what is P3. ഓക്കെ, സോ നിങ്ങളിതിൽ ചെയ്യുന്ന നേരത്ത് ആദ്യം ഇപ്പോൾ P3 കാണണമെങ്കിൽ എന്ത് തന്നെയായിരിക്കും? അത് P2 തന്നെ ആയിരിക്കും. കാരണം 2ഉം 3ഉം ഒരേ പ്രഷറാണ്, ടെമ്പറേച്ചർ അല്ല, പ്രഷർ സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അഡിയാബാറ്റിക്കിൻ്റെ ഇക്വേഷൻ പ്രകാരം ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. എങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും? അഡിയാബാറ്റിക് പ്രോസസ്സിൽ PV⁻⁴ ഈസ് എ കോൺസ്റ്റന്റ്. എയർ ആണ് ഇവിടെ. സോ ഗാമ വാല്യൂ ഓഫ് എയർ ഈസ് 1.4. CP വാല്യൂ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, CV വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ദീസ് തിങ്സ് ആർ ഗിവൺ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, അതുവഴി ഞാൻ ചിലപ്പോൾ എനിക്ക് അതിന് ചില കാര്യങ്ങൾ കാണേണ്ടി വരും. ഇപ്പോൾ എനിക്ക് ഇനീഷ്യൽ പ്രഷർ എനിക്ക് തന്നിട്ടുണ്ട്, ഫൈനൽ പ്രഷർ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ ഇനീഷ്യൽ തന്നു, ഫൈനൽ ടെമ്പറേച്ചർ എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ T2 കാണേണ്ടി വരും. എന്നിട്ട് ഈ പ്രോസസ്സിൽ നിന്ന് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൽ നിന്ന് പിന്നെ T3 കാണേണ്ടി വരും. സിമിലർലി വോളിയം ഈസ് നോട്ട് ഗിവൺ. വോളിയം എനിക്ക് കാണാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് തരാം. എനിക്കിതിൽ വോളിയത്തിൻ്റെ കേസ് ഒന്നും അറിയില്ല. അപ്പോൾ വോളിയം കാണണമെങ്കിൽ വോളിയം ഈസ് V1 = MR T1 ഡിവൈഡഡ് ബൈ P1. PV = MRT. മാസ് അറിയാം, R വാല്യൂ ഓഫ് എയർ അറിയാം, ടെമ്പറേച്ചർ ഇനീഷ്യൽ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് 150, പ്രഷർ തന്നിട്ടുണ്ട്. ദെൻ ഐ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് വോളിയം എത്രയാണെന്ന് വെച്ചാൽ സംതിങ് m3. ഓക്കെ, അപ്പോൾ എനിക്ക് വോളിയം കിട്ടി. അപ്പോൾ ഈ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ PV⁻⁴ കോൺസ്റ്റന്റ് പ്രകാരം എനിക്ക് രണ്ട് പ്രഷറും അറിയാം. അപ്പോൾ എനിക്ക് V2 കണ്ടൂടെ? എനിക്ക് V2ഉം കാണാം. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള ആ ഒരു പുതിയ ഇക്വേഷൻ അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ വാല്യൂസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ നിങ്ങളോട് പ്രത്യേകം അത് എടുത്ത് പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞ പുതിയ രണ്ട് ഇക്വേഷൻസ്, ദോസ് ആർ ദീസ് 2 ഇക്വേഷൻസ്. ഈ രണ്ട് ഇക്വേഷൻസ് അഡിയാബാറ്റിക് ആകുമ്പോൾ എന്നിന് പകരം ഗാമ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ടെമ്പറേച്ചർ വാല്യൂസ് ഓൾസോ. കാരണം ഓൾറെഡി ഒരു ടെമ്പറേച്ചർ T1 നമുക്ക് തന്നിട്ടുണ്ട്. സോ ആ ഇക്വേഷനും കൂടെ ഞാൻ ഇവിടെ എഴുതി തരാം. അഗെയിൻ ഐ എം ഡിസ്കസിങ് ഇറ്റ് അഗെയിൻ ഹിയർ. ദ ഇക്വേഷൻ ഈസ് T2 by T1 ഈസ് ഈക്വൽ ടു P2 by P1 the whole raised to gamma minus 1 by gamma. പിന്നെ അടുത്തത് with respect to volume it is V1 by V2 here raised to gamma minus 1. അപ്പോൾ ഈ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വോളിയം വെച്ചിട്ടോ പ്രഷർ വെച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാം? ടെമ്പറേച്ചർ T1 നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ T2 വാല്യൂ ഇൻ ടേംസ് ഓഫ് കെൽവിൻ അതും നമുക്ക് കിട്ടും. അപ്പോൾ ടെമ്പറേച്ചർ T2 കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. അത് വെച്ചിട്ട് എനിക്ക് ടെമ്പറേച്ചർ T3 കാണാം. അപ്പോൾ ഇവിടെ ഇത് വെച്ചിട്ട് എനിക്ക് പ്രഷർ ഈ ഒരു ഇതിൽ വെച്ചിട്ട് എനിക്ക് പ്രഷർ P2 കാണാൻ കഴിയുമെങ്കിൽ P2 കണ്ടു കഴിഞ്ഞാൽ പ്രഷർ 3 എന്ന് പറഞ്ഞാൽ P3യും എന്തായിരിക്കും? P2 തന്നെയായിരിക്കും. അതും എനിക്ക് കാണാം. ക്ലിയർ? സോ ദ തിങ്സ് ആർ ഈസി. പക്ഷെ നിങ്ങൾ കുറച്ച് അധികം ചെയ്യണം. സോ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലം നിങ്ങൾക്ക് വിട്ടു തന്നു. നിങ്ങളത് സ്വയം ചെയ്യാൻ ശ്രമിക്കുക. ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് യു സേ ടു മീ. അതിൻ്റെ ലാസ്റ്റ് അവർ ചോദിച്ചിട്ടുള്ളത് ഈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ, ഐ മീൻ ഇൻഡെക്സ് ഓഫ് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഈ ഇൻഡെക്സ് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ ആ ഇൻഡെക്സ് ഈ ഒരു പ്രോസസ്സ് കൂടെ ഇൻഡെക്സ് കാണാറിന് പറ്റൂല. കാരണം ഇവിടെ ഒരു ഇൻഡെക്സും ഇവിടെ വേറൊരു ഇൻഡെക്സും ആണ്. ഇതൊരു അഡിയാബാറ്റിക് പ്രോസസ്സാണ്, ഇൻഡെക്സ് ഗാമയാണ്. ഇതൊരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. സോ ഇൻഡെക്സ് വിൽ ബി 0. പക്ഷെ അവർ പറയുന്നത് ഇൻഡെക്സ് കാണണം എപ്പോഴെന്ന് വെച്ചാൽ ഈ രണ്ട് പ്രോസസ്സിനെയും റീപ്ലേസ് ചെയ്യുക. എങ്ങനെ? ബൈ എ സിംഗിൾ പ്രോസസ്, by a single reversible polytropic process
ബൈ എ സിംഗിൾ റിവേഴ്സിബിൾ ഇങ്ങനെ ആയിരിക്കും വരിക, ബൈ എ സിംഗിൾ റിവേഴ്സിബിൾ പോളിട്രോപ്പിക് പ്രോസസ് ആയിട്ട് ഇതിനെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ 1 ആണ്, ഫൈനൽ കണ്ടീഷൻ 3 ആണ്. 3 അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ, ഈ ഇൻഡെക്സ് ഓഫ് എക്സ്പാൻഷൻ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അപ്പോൾ അതെങ്ങനെ കാണുക? ഇപ്പോൾ ഇൻഡെക്സ് ഓഫ് എക്സ്പാൻഷൻ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ 1 2 3 നമുക്ക് ഇതിൻ്റെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇത് രണ്ടിൻ്റെയും സം തന്നെയാണ് ഇതിൻ്റെയും വർക്ക് ഡൺ എന്ന് നമ്മൾ പറയേണ്ടി വരും. സോ നമുക്ക് ഓൾറെഡി വർക്ക് ഡൺ നമുക്ക് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടാവും. അത് എന്ന് പറഞ്ഞാൽ ഒരു പോളിട്രോപ്പിക് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ ദാറ്റ് ഈസ് P1 V1 മൈനസ് P3 V3 ബൈ n-1 ആണ്. P1 വാല്യൂ അറിയാം, വർക്ക് ഡൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. V1 പറഞ്ഞത് P1ഉം V1ഉം P3ഉം V3 ഒക്കെ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടാവും. വർക്ക് ഡൺ നമുക്കറിയാം. അപ്പോൾ ഈ n ആണ് കാണേണ്ടത്. സോ I will write the equation n-1 is equal to P1 V1 മൈനസ് P3 V3 ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. അപ്പോൾ ഈ n എന്ന് പറഞ്ഞ ടേം കിട്ടാൻ n is equal to P1 V1 മൈനസ് P3 V3 ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. ഈ കിട്ടുന്ന വാല്യൂ +1 എന്നുള്ളതാണ് എനിക്ക് ഇൻഡെക്സ് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. സോ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട് യുവർ സെൽഫ്. വൺസ് യു ആർ ഡൂയിങ്, നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഫോർ യുവർ ചെക്കിങ് യുവർ ആൻസർ ഞാൻ ജസ്റ്റ് പറയാം. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഡെക്സിൻ്റെ വാല്യൂ n-ൻ്റെ വാല്യൂ കിട്ടുന്നത് 1.159 എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ളത് n വാല്യൂ ഈസ് 1.159 എന്നുള്ളതാണ്. സോ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട് യുവർ സെൽഫ് ആൻഡ് സി. വെറുതെ നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ കിട്ടുന്നുണ്ടോ നോക്കുക. ഓർ ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ്, യു ജസ്റ്റ് ഷെയർ ടു മീ ദ മാറ്റേഴ്സ് വാട്ട് യു തിങ്ക്. ആൻഡ് ടോട്ടൽ വർക്ക് ഡൺ അതും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന വാല്യൂ ഇറ്റ് ഈസ് 117.615 this much kilojoules. Okay, 117.615 kilojoules. അപ്പോൾ നിങ്ങൾ അങ്ങനെ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. And if you are not getting this answer, you can contact me. But once if you are getting these answers, it means you are good in calculation part. Okay, so that's all for today. Thank you.